ചിന്താഗതി കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രം മതിയോ? ക്രിസ്തുവിന്റെ മരണത്താൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വന്നു എന്ന് എങ്ങനെ നമുക്ക് ബോധ്യപ്പെടും? അതുകൂടെ ന്യായമാണ് എന്നാണ് എന്റെ പക്ഷം. പ്രിയപ്പെട്ടവരെ, ഇതിന് മറുപടി പറയേണ്ടത് സാക്ഷാൽ ദൈവമാണ്. യേശുവിന്റെ കുരിശുമരണത്താൽ ലോകത്തുള്ള മാനവന്റെ പാപത്തിന് പരിഹാരം വന്നു എന്ന് ദൈവം സമ്മതിക്കുമോ? ഇക്കാര്യത്തിൽ ദൈവം എന്താണ് ചെയ്തത്? 4 തെളിവുകൾ വേഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ക്രിസ്തുവിന്റെ മരണത്താൽ മനുഷ്യന്റെ പാപത്തിന് ദൈവം പരിഹാരം വരുത്തി എന്നുള്ളതിന്റെ 4 തെളിവുകൾ ദൈവം തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്ത് വെളിവാക്കി. 1, യേശു കുരിശിൽ മരിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം 2ആയി കീറിക്കളഞ്ഞുകൊണ്ട് ദൈവം തെളിയിച്ചു, ഏതൊരു പാപിക്കും എന്റെ അടുക്കലേക്ക് ഇനി പ്രവേശനമുണ്ട്. ക്രിസ്തുവെന്ന മധ്യസ്ഥൻ മുഖാന്തരം എന്റെ അടുക്കൽ, എന്റെ കൃപാസനത്തിങ്കൽ നിനക്ക് പ്രവേശനമുണ്ട്. അതുപോലെ ന്യായപ്രമാണത്തിന്റെ കർമ്മങ്ങളാൽ അടുക്ക വരുവാൻ ആളുകൾക്ക് അവകാശമില്ലാതിരിക്കെ ക്രിസ്തു മരിച്ചപ്പോൾ ദൈവം 1ാമത് പ്രവർത്തിച്ചു, ആർക്കും പ്രവേശനം ദൈവത്തിന്റെ അടുക്കലേക്ക്. 2, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും 3ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പ്രഖ്യാപിച്ചു, ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ മരണം ദൈവം അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ട് അവനെ മഹത്വത്തോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3, എങ്ങനെ നമുക്കിത് മനസ്സിലാകും? ക്രിസ്തുവിനെ തന്റെ വലതുഭാഗത്ത് സകലനാമത്തിനും മേലായ നാമം നൽകി ഇരുത്തിക്കൊണ്ട് ദൈവം പ്രഖ്യാപിച്ചു, ഇനി സ്വർലോകരും ഭൂലോകരും അധോലോകരും തങ്ങളുടെ മുഴങ്കാലൊക്കെയും മടക്കുവാൻ യേശുവിന്റെ നാമം മാത്രമാണ് യോഗ്യം. കാരണം അവനാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയത്. തീർന്നില്ല. 4, ദൈവം എന്ത് തെളിവ് നൽകി? സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് നൽകിക്കൊണ്ട് ആളുകൾക്ക് പാപബോധം നൽകി രക്ഷിച്ചുകൊണ്ട് ദൈവം തെളിയിച്ചു, ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും പ്രസംഗിക്കുക വിശ്വസിക്കുന്ന ആളുകൾ അംഗീകരിക്കുമ്പോൾ ഞാൻ അവരെ സ്വീകരിക്കും, എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ നൽകി അവരുടെ പാപത്തിന് പരിഹാരം വന്നു എന്ന് ഞാൻ തെളിയിക്കും. ഇങ്ങനെ 4 വിധ പ്രവർത്തനം മൂലമാണ് ക്രിസ്തുവിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നും ക്രിസ്തുവിന്റെ മരണത്താൽ പാപത്തിന് പരിഹാരം വന്നു എന്നും ദൈവം തെളിയിച്ചത്. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മതി എന്നാണ് എന്റെ പക്ഷം. പക്ഷേ അല്ല. ചരിത്രത്തിൽ സംഭവിച്ച ക്രിസ്തുവിന്റെ മരണത്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും വ്യക്തമായി നമ്മുടെ കണ്ണുമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണത്താൽ എന്റെ പാപത്തിന് പരിഹാരം വരുമോ? ആരും സംശയിക്കേണ്ട. എന്റെ ആത്മരക്ഷയ്ക്ക് ഇനി എന്തെങ്കിലും ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കണമോ? ആരും പരിഭ്രമിക്കേണ്ട. നമ്മുടെ യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ലാതെ വണ്ണം ക്രിസ്തു ഏകനായി അത് നിവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിലും പരസ്യമായി നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുന്നത്. 3, എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിലേക്ക് പോകും മുമ്പ് അവൻ പറഞ്ഞ അത്ഭുതകരമായ ഒരു പ്രസ്താവനയാണ്. ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രസ്താവന. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇത് വാസ്തവത്തിൽ 1-ാം നൂറ്റാണ്ടിൽ കേട്ട ആളുകൾ ഇതിനെങ്ങനെ വിലയിരുത്തി എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. യേശുക്രിസ്തു പറയുക, നിങ്ങളെല്ലാം എല്ലാം കൂടെ എന്നെ കൊണ്ടുപോയി കുരിശിൽ ഉയർത്ത്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഈ പറയുന്ന ആളാരാ? നസ്രായനായ യേശു. എന്താ അവന്റെ പ്രത്യേകത? യേശുവിനെ പോലെ പരാജിതനായ ഒരാളത്വം ഭൂമിശാസ്ത്രപരമായി ചിന്തിച്ചാൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എത്ര വേണം തെളിവുകൾ? അവന് ജനിക്കുവാൻ സ്ഥലമുണ്ടായില്ല. നമ്മൾ ആദ്യം അത് കേട്ടു. ഒരു പുൽത്തൊഴുത്തിൽ കിടക്കേണ്ടി വരിക, ഒരു സാധുവായ ആശാരി കുടുംബത്തിൽ വളരേണ്ടി വരിക, പലസ്തീനായിക്കപ്പുറം സഞ്ചരിക്കാതിരിക്കുക, ഒരു സർവകലാശാലയിലും വിദ്യ അഭ്യസിക്കാതിരിക്കുക, കടം വാങ്ങിയ കഴുതയും കടം വാങ്ങിയ പടകും മാത്രം യാത്രയ്ക്ക് ഉപയോഗിക്കുക, മാന്യമായ വസ്ത്രമോ മാന്യമായ ആഹാരമോ മാന്യമായ കിടപ്പേടമോ സ്വന്തമായി ഇല്ലാതിരിക്കുക, ഒരു പുസ്തകം പോലും എഴുതുകയോ ഒരു പാട്ട് പോലും എഴുതുകയോ ഒരു പള്ളി സ്ഥാപിക്കുകയോ ഒരു അനാഥശാല ഉണ്ടാക്കുകയോ ഒരു ആതുരാലയം ഉണ്ടാക്കുകയോ ഒരു ആശുപത്രി ഉണ്ടാക്കുകയോ ചെയ്യാതെ, മാത്രമല്ല ഒരു സംഘടന ഉണ്ടാക്കുക, അല്ല ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, അയ്യോ യാതൊന്നും ചെയ്യാതെ ഏതുമില്ലാത്തവനെ പോലെ പലസ്തീനിൽ മാത്രം ചുറ്റി നടന്ന സഞ്ചരിച്ച ഒരു സാധുവായ മനുഷ്യൻ. നിങ്ങൾക്കറിയാം, ആകെ കിട്ടിയത് 12 പേരെയാണ് ശിഷ്യന്മാരായിട്ട്. അതിൽ ഒരുത്തൻ കണ്ട വില 30 വെള്ളിക്കാശ്. 30 കാശ് കിട്ടിയപ്പോൾ ഗുരുവിനെ ഒറ്റുകൊടുത്ത ഹതഭാഗ്യനായ ഒരു പുരുഷൻ
അതാണ് വാസ്തവത്തിൽ ചരിത്രം പഠിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. ആ യേശുവാണ് തന്റെ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പറയുക, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. പലസ്തീനിലുള്ളവരെയല്ല, പിന്നെ കേവലം കേരളത്തിലുള്ളവരെയല്ല, മനുഷ്യമണ്ഡലത്തിൽ ആരൊക്കെ പറന്നു വീണിട്ടുണ്ടോ, ഏതൊക്കെ കാലം വരെ, ഒടുവിലത്തെ മനുഷ്യൻ വരെ ആരൊക്കെ ജനിച്ചു വീഴുമോ അവരെ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഒന്നുകിൽ ഈ പറഞ്ഞ യേശുവിന് ഈ വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ, അല്ല എന്ന് വരികിൽ തീർച്ചയായും ഇത് തെളിയിക്കേണ്ടിയിരിക്കും. ഒരു കാര്യം എനിക്ക് നിങ്ങൾക്കും അറിയാം, ഒരു ശത്രു പോലും ഇതുവരെ യേശുവിനെ കുറിച്ച് അങ്ങനെ കുറ്റം പറയുകയില്ല. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞ ഈ വാചകത്തിന് നിശ്ചയമായിട്ടും അതിൻ്റെതായ അർത്ഥഗാംഭീര്യം ഉണ്ടായിരിക്കണം. ഒരിക്കൽ യേശു അവന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, തന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ യേശു തന്റെ മരണത്തെ കണ്ടത് അവരോഹണമായിട്ടല്ല, താഴ്ചയായിട്ടല്ല, പിന്നെയോ ഉയർച്ചയായി, ആരോഹണമായി യേശു അതിനെ കാണുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. എന്ത് സംഭവിച്ചു? ലോകമഹാന്മാർ ഈ ഭൂമണ്ഡലം വിട്ടു പോയതോടെ അവിടെ ചരിത്രത്തിന്റെ പേജുകൾ അടിവരയിട്ട് നമ്മൾ നിർത്തി. പിന്നെ എഴുതാൻ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ജന്മദിനമോ മരണദിനമോ ഓർത്തുകൊണ്ട് അനുഗാമികൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് ചരിത്രത്തോട് മൗനമായി പറയും. പക്ഷേ യേശു 33 വയസ്സിൽ റോമൻ സാമ്രാജ്യത്തിന്റെ മേലെടുത്തോടു കൂടെ ഒരു മഹാപാതകനെ പോലെ ക്രൂശിൽ മരിക്കുന്നു. വാക്കുമറക്കരുത്, മരിക്കും മുമ്പ് അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഉയർത്തുക, ഞാനോ എല്ലാവരെയും ആകർഷിക്കും. യേശുവിനെ കൊണ്ടുപോയി ക്രൂശിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിക്കപ്പെടുമ്പോൾ അവന്റെ ചരിത്രം എഴുതാനേറെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഓർക്കണം, അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടണം, അവിടെ വെച്ച് കുത്തിട്ട് അവസാനിപ്പിക്കണം, ഇനി ഒന്നും പറയാനില്ല. 33 വയസ്സ് വരെ ജീവിച്ച് എന്തൊക്കെയോ ചില കാര്യം ചെയ്തൊരു മനുഷ്യൻ അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ അല്ല, യേശു കുരിശിൽ ഉയർത്തപ്പെട്ടു. അവൻ അവിടെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. യേശു സഹായിക്കാൻ ആരുമില്ലാത്തവനെ പോലെ, വല്ലവനും സഹതാപം തോന്നുമ്പോൾ ചുറ്റും നോക്കി ഒരു മനുഷ്യൻ പോലും സഹതാപം കാണിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഏറ്റവും കിരാതരായ കുറ്റവാളികൾക്ക് പോലും വക്കാലത്ത് പറയാൻ ധൈര്യമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ ഈ നന്മ ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ ആരും ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചില്ല. അവനു വേണ്ടി ഒരു വാക്ക് പറയുവാൻ ആരും ഉണ്ടായില്ല. മാത്രമാണോ, 10 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് വേദനയോടെ പ്രസവിച്ച യേശുവിന്റെ അമ്മ അവിടെയുണ്ട്. പക്ഷേ സഹായിക്കാൻ നിവൃത്തിയില്ല. ആരുമില്ലാത്ത അഗതിയെ പോലെ, ഏകനായി, ആർക്കും വേണ്ടാത്തവനെ പോലെ യേശു കുരിശിൽ കിടക്കുകയാണ്. ആർക്കും സഹതാപം തോന്നേണ്ടതാണ്, പക്ഷേ ആരും സഹതപിക്കുന്നില്ല. യേശു പറഞ്ഞ വാക്ക് എവിടെ പോയി? അവൻ ഉയർത്തപ്പെട്ട് കിടക്കുകയല്ലേ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആരുമില്ലാത്തവനായ യേശു അവിടെ പ്രാണനെ വെടിഞ്ഞു. പക്ഷേ ചരിത്രം ആരംഭിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. 100 കുറ്റവാളികളെ തൂക്കിക്കൊല്ലുവാൻ നേതൃത്വം കൊടുത്ത ഒരു ശതാധിപൻ അവിടെ ഉണ്ടായിരുന്നു. യേശു മരിക്കുന്നത് കണ്ടു, മരിച്ചതേയുള്ളൂ. മരിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ ഉച്ചത്തിൽ പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു, സത്യം. യേശു മരിച്ചതോടുകൂടെ സ്ത്രീ പാടെ മാറി. അതുവരെ ആരുമില്ലാതിരുന്ന, ഒരാൾ പോലും അനുകൂലമായിട്ടില്ലാതിരുന്ന യേശു കുരിശിൽ മരിച്ചപ്പോൾ ആ മരണത്തിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ അവൻ പറയുക, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു, സത്യം. തീർന്നോ? യേശുവിന്റെ ശരീരം കുരിശിൽ കിടക്കുന്നു, ആരുമില്ലാത്തൊരഗതി. വാസ്തവത്തിൽ അതിനേക്കാളൊന്നും പ്രതീക്ഷിക്കാൻ അപ്പോൾ അവിടെയില്ല. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ജീവിച്ചിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പല മന്ത്രിമാരിൽ ഒരുവൻ. അവന്റെ കാതിൽ വാർത്ത എത്തി, നസ്രായനായ യേശു കുരിശിൽ മരിച്ചിരിക്കുന്നു, യേശുവിനെ കുരിശിൽ കൊന്നിരിക്കുന്നു. അവൻ ഇരിക്കാൻ പറ്റുന്നില്ല. അവന്റെ മന്ത്രി കസേരയിൽ ഇരുന്നിട്ട് ഉരിപ്പുറയ്ക്കുന്നില്ല. അവന്റെ ഹൃദയം ആളിപ്പടരാൻ തുടങ്ങി. യേശു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, യേശു കുരിശിൽ മരിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ മന്ത്രി കസേര വലിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ട് നേരെ വന്നു. ബൈബിൾ വാക്യമുണ്ട്, അവൻ ധൈര്യത്തോടെ വന്നു, ചോദിച്ചു, പിലാത്തോസേ, യേശുവിന്റെ ശവം എനിക്ക് വിട്ടുതരണം, ഞാൻ അവനെ കൊണ്ടുപോയി മാന്യമായി സംസ്കരിക്കും. ആ വാക്കിന്റെ വില എന്താണെന്നറിയാമോ? ഞാൻ പിന്നെ വിശദീകരിക്കാം. വെറുതെ പറഞ്ഞു വിട്ടാ പോരാ. ജോസഫ് പന്ത് യേശുവിനെ ശവശരീരത്തിന് അവകാശവാദം ഉന്നയിക്കുന്നു. 3, യഹൂദന്മാരുടെ മധ്യത്തിൽ ഉന്നതനായൊരു പ്രമാണി, ഒരു ഉപദേഷ്ടാവ്. യഹൂദന്മാരുടെ മധ്യത്തിൽ ഉപദേഷ്ടായിരിക്കുക, പ്രമാണിയായിരിക്കുക എളുപ്പമല്ല. പക്ഷേ അവിടെ ഒരു ഉപദേഷ്ടാവ് നിക്കോദീമോസ്, അവന്റെ ചെവിയിൽ വാർത്തയെത്തി, യേശു മരിച്ചു, യേശുവിനെ ക്രൂശിച്ചു കൊന്നു.
ആരുമില്ലാത്തവനെ പോലെ യേശു കുരിശിൽ കിടക്കുന്നു. എന്ത് ചെയ്യുന്നറിയാമോ? ഏകദേശം 45 കിലോ തൂക്കം വരുന്ന മൂറും അകിലും ചേർന്ന വിലയേറിയ ഒരു കൂട്ട് അവനുണ്ടാക്കി ഈ യേശുവിന്റെ ശവം മാന്യമായി സംസ്കരിക്കുവാൻ ഒരു രാജകുമാരനെ പോലെ പുതിയതായി വെട്ടിയ മന്ത്രിയുടെ കല്ലറയിൽ അവനെ സംസ്കരിക്കുവാൻ ഇവർ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ക്രൂശിച്ചു കൊല്ലുന്ന പ്രാകൃതമായ ആ രീതി അതിന്റെ ഗൗരവത്തോടെ മനസ്സിലാകുന്നവർക്ക് മാത്രമേ ഈ സംഭവങ്ങളിൽ അത്ഭുതമുണ്ടാകുകയുള്ളൂ. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു, യഹൂദന്മാരുടെ ഇടയിൽ 4 വിധത്തിലുള്ള വധശിക്ഷാ സമ്പ്രദായം ഉണ്ടായിരുന്നു. 1, കഴുത്ത് ഞെരിച്ചു കൊല്ലുക. 2, കല്ലെറിഞ്ഞു കൊല്ലുക. 3, ദഹിപ്പിക്കുക. 4, ശിരച്ഛേദം ചെയ്യുക. ഈ 4 വിധത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ യേശുവിനെ കൊന്നാൽ മതിയായിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം, യഹൂദന്മാർ ഒരുമിച്ച് പിലാത്തോസിന്റെ കൽത്തളത്തിൽ വന്ന് ഏറ്റു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. കല്ലെറിയുക എന്നല്ല, അവനെ ക്രൂശിക്കുക. ശിരച്ഛേദം ചെയ്യുക എന്നല്ല, അവനെ ക്രൂശിക്കുക. എല്ലാവരും ഒരേ സ്വരത്തിൽ ആർത്തുകൊണ്ടായിരുന്നു, എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു, പിലാത്തോസേ യേശുവിനെ ക്രൂശിക്കുക. എന്തുകൊണ്ട്? നിന്റെ നിയമം അനുസരിച്ച് അല്ലാതെ കൊല്ലാമല്ലോ, പോരാ, യേശുവിനെ ക്രൂശിച്ചു കൊല്ലണം. അതിന് പ്രബലമായ 2 ന്യായമുണ്ട്. 1, നിങ്ങൾ അറിയുന്നത് പോലെ ഒരിക്കലും ഒരു മാന്യനായ മനുഷ്യന് കിട്ടുന്ന വധശിക്ഷയല്ല ക്രൂശിൽ തറച്ചു കൊല്ലുക എന്നുള്ളത്. രാജ്യദ്രോഹികൾക്കും പൗരത്വം നിഷേധിക്കപ്പെട്ട അടിമവർഗത്തിനും മാത്രം റോമൻ സാമ്രാജ്യം അനുവദിച്ചു കൊടുത്ത ക്രൂരമായ ശിക്ഷയായിരുന്നു കുരിശിൽ തറച്ചു കൊല്ലുക എന്നുള്ളത്. യഹൂദന്മാർ ആഗ്രഹിച്ചു യേശുവിന് മാന്യമായൊരു മരണം അനുവദിച്ചുകൂടാ. അവനെ കൊല്ലുന്നെങ്കിൽ കുറ്റവാളിയെ പോലെ, പൗരത്വമില്ലാത്ത ഒരു അടിമയെ പോലെ യേശുവിനെ കൊല്ലണം. അതായിരുന്നു യഹൂദന്മാരുടെ ഒന്നാമത്തെ ആവശ്യം. 2ാമത്തെ കാര്യം, അവരാഗ്രഹിച്ചു കുരിശിൽ തറച്ച് കൊല്ലുന്ന ഒരു മനുഷ്യനും മാന്യമായ ഒരു ശവമടക്കം അക്കാലത്ത് കിട്ടുമായിരുന്നില്ല. അതുകൊണ്ടാണ് യേശുവിനെ കൊണ്ടുപോയ ആ കുന്നിന് തലയോടിടം എന്ന് തന്നെ പേരുണ്ടായത്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അവിടെ തൂക്കിക്കൊന്ന അനേകരുടെ തലയോട്ടികൾ അവിടെ ചിതറിക്കിടപ്പുണ്ട്. അതുകൊണ്ട് കുരിശിൽ യേശുവിനെ കൊന്നുകളഞ്ഞാൽ അവന്റെ ശവശരീരം ഒരിക്കലും മാന്യമായി മറവ് ചെയ്യുകയില്ല. പകരം മനുഷ്യാസ്ഥികളും തലയോട്ടികളും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന കഴുതയെ പോലെ നികൃഷ്ട ജീവികളുടെ മാംസം ചുട്ടരിക്കുന്ന ബെൻഹിന്നോം താഴ്വരയിലേക്ക് ഈ യേശുവിന്റെ ശവം വലിച്ചെറിയും. ആരുമില്ലാത്ത യേശുവിന്റെ ശവം അവിടെ കിടന്ന് ചെയ്യും. അപ്പോൾ വേണം ഞങ്ങൾക്ക് ചോദിക്കാൻ, യഹൂദന്മാരുടെ രാജാവേ, നീ പറഞ്ഞില്ലേ നീ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ആകർഷിക്കുമെന്ന്, എവിടെ നിന്റെ ശവമെന്ന് ചോദിച്ച് നസ്രേത്തുകാരനെ ആക്ഷേപിക്കണമായിരുന്നു. യേശു പറഞ്ഞാൽ പറഞ്ഞതേ സംഭവിക്കൂ. രാജകുമാരനെ പോലെ എന്റെ കർത്താവായ യേശുവിന് മാന്യമായൊരു ശവസംസ്കാരം നൽകിക്കൊണ്ട് ജോസഫും നിക്കോദീമോസും അനുഗാമികളും ഒരു കാര്യം വെളിപ്പെടുത്തി, യേശുവേ, നീ ഞങ്ങളെ ആകർഷിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ. തീർന്നോ കാര്യം? യേശുവിനെ ക്രൂശിക്കുന്ന നേരം ശിഷ്യന്മാർ ഭീരുക്കളെ പോലെ ഓടിപ്പോവുകയും തള്ളിപ്പറയുകയും ചെയ്തു. നിങ്ങൾക്കതറിയാം. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു, സ്ഥിതി പാടെ മാറി. എവിടെ യേശുവിനെ കൊന്നുവോ അതേ യെരുശലേമിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഭീരുവായിരുന്ന പത്രോസ് യേശുവിനെ ക്രൂശിച്ച ജനസമൂഹത്തിന്റെ നടുവിൽ വന്ന് പ്രസംഗിച്ചില്ലേ? 1ാമത്തെ പ്രസംഗം, നിങ്ങൾ ക്രൂശിച്ചവനായ ഈ നസ്രായനായ യേശുവിനെ തന്നെ ദൈവം രക്ഷിതാവും കർത്താവുമായി ഉയർത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. എവിടെയായിരുന്നു സുവിശേഷം ആവശ്യം? എവിടെയായിരുന്നു യേശുവിനെ കൊന്നത്? എവിടെയാണോ യേശുവിന് മൂല്യമില്ലെന്ന് ആളുകൾ